മലയാളികൾ ഉള്ളിടത്തോളം കാലം സുകുമാരക്കുറുപ്പ് ജീവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ ഒരു മുറി നിറയെ ലെറ്റേഴ്സും ടെലഗ്രാമും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. സുകുമാരക്കുറുപ്പ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ ഡൽഹിയിലുണ്ട്, ബംഗാളിലുണ്ട്. അവിടെ കയറി കിടന്നാൽ വാർഡിലോ ICUവിനകത്തൊക്കെ അവർ കയറ്റും. അങ്ങനെ കിടക്കുമ്പം മുട്ടയും പാലും ഒക്കെ ഫ്രീ ആയിട്ട്. ഇയാളെ 5 പൈസ കയ്യിലില്ല. റൂക്ക് നാരായൺപൂർ എന്നൊരു ഹോസ്പിറ്റലിൽ ഇയാളെ അവസാനമായിട്ട് കണ്ടിരിക്കുന്നു. അവിടെ ആണ് അവസാനം 1990 ഇയാൾ ചെന്നിരിക്കുന്നത്. സുകുമാരക്കുറുപ്പ് വീണ്ടും കേരള മനസ്സുകളിലേക്ക് വന്നു കയറി. ഈ കേസിൻ്റെ തുടക്കം മുതൽ സുകുമാരക്കുറുപ്പിൻ്റെ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. എൻ്റെ കൂടെ എൻ്റെ ഗുരുവും SP-യുമായ MP ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. 1984 അന്ന് ജനുവരി മാസം ആണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ചെങ്ങന്നൂർ DYSP അവിടെ ഒരു കാറിൽ ഒരു ഡെഡ് ബോഡി കത്തുന്നതായിട്ട് കണ്ടു. അദ്ദേഹം സ്പോട്ടിൽ 5:30 എത്തി. അവിടെ ഒരു ഉത്സവം നടക്കുന്നതിനടുത്ത് അവിടെയാണ് വയലിലോട്ട് കാറ് തള്ളിയിട്ട് അതിനകത്ത് ഒരാൾ കത്തുന്നതായിട്ടാണ് കണ്ടത്. അന്ന് ഹരിദാസ് എന്ന് പറഞ്ഞ DYSP ആയിരുന്നു ചെങ്ങന്നൂർ. അദ്ദേഹം 5:30 അതിന് ആ സ്പോട്ടിൽ പോയി. കാറ് കത്തുന്ന സമയത്ത് കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ഒരാളിരുന്ന് കത്തുന്നുണ്ട്. എന്തായാലും അവിടെ അദ്ദേഹം പരിശോധിച്ചപ്പം അവിടെ ഒരു 2 ഗ്ലൗസ് കാറിന് വെളിയിൽ കിടന്നു. ഒരു ചെരുപ്പ് കിടന്നു. ആരോ ആ വയലിൽ കൂടെ ചെളിയിൽ കൂടെ നടന്ന് ദൂരോട്ട് പോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ തന്നെ സംശയമായി. കാറിൻ്റെ നമ്പർ കത്തിയ കാറിൻ്റെ നമ്പർ 7970 KLQ. ആ കാറിൻ്റെ ഉടമസ്ഥനെ പറ്റി ഉടനെ അന്വേഷിച്ചു. അയാളാണ് കത്തിയിരുന്നാണ് വിചാരിച്ചത്. ഭാസ്കരപിള്ള ആ കാറിൻ്റെ ഉടമസ്ഥനാണ്. പക്ഷേ ആ കാർ എടുത്തുകൊണ്ട് പോയ അയാൾ അളിയനായ അന്ന് ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന് പറയുന്ന ആൾ. പക്ഷേ പിന്നീട് അറിയപ്പെടുന്ന നമ്മൾ സുകുമാരക്കുറുപ്പ് എന്നാണ്. അതിൻ്റെ ചരിത്രങ്ങളെല്ലാം മലയാളികൾക്കെല്ലാം കാണാപ്പാടമാണ്. എന്നേലും കാണാപ്പാടമാണ് എല്ലാവരും. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ഞാൻ ഇത്രയും പറഞ്ഞതേ മലയാളികൾ ഉള്ളിടത്തോളം കാലം സുകുമാരക്കുറുപ്പ് ജീവിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. സുകുമാരക്കുറുപ്പിന് മരണമില്ല. അതൊരു പ്രഹേളികയാണ്. ഈ സംഭവം 1984 മുതൽ സജീവമായി ലൈവായിട്ട് ചാനലുകളിലും യൂട്യൂബുകളിലും പ്രിൻ്റ് മീഡിയയിലെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അടുത്ത ദിവസം ഒരു വാർത്ത വന്നു. എല്ലാ പത്രങ്ങളിലും പ്രിൻ്റ് മീഡിയയിലും അതുപോലെ ചാനലിലും യൂട്യൂബിലൊക്കെ വന്നു. 2017 ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സുകുമാരക്കുറുപ്പിനെ അന്വേഷിച്ചു എന്നും അയാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഈ കേസിൻ്റെ തുടക്കത്തിൽ ഞാനന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളം മുഴുവൻ ജൂറിസ്ഡിക്ഷനുള്ള ഒരു സ്ക്വാഡാണ്. അതിൻ്റെ SP MP ബാലകൃഷ്ണനായിരുന്നു. അവിടെ R രാമേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ ഒരു DYSP ഉണ്ട്. 2 പേരും ഇപ്പോൾ ഇല്ല. കാലയവനിക്കുള്ളിൽ മറിഞ്ഞു. ഞാൻ അവിടെ ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടറായിരുന്നു. അന്നേരമാണ് ചെങ്ങന്നൂർ DYSP ഹരിദാസ്. അദ്ദേഹമാണ് ആ കേസിൻ്റെ തുടക്കം. അദ്ദേഹം പിന്നീട് SP ആയി കൊല്ലത്തുണ്ടായിരുന്നു. അടുത്ത കാലത്തും അദ്ദേഹം മരണപ്പെട്ടു. MP ബാലകൃഷ്ണനുമില്ല, R രാമേന്ദ്രൻ നായരും ഇല്ല. ഈ കേസിൻ്റെ തുടക്കം മുതൽ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം 1988 കാലഘട്ടത്തിൽ ഞാൻ വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ DYSP ആയിട്ട് വന്നു. ആ സമയത്ത് ഈ കേസിൻ്റെ അന്വേഷണം വീണ്ടും എൻ്റെ തലയിലായി എന്ന് പറയാം. അപ്പോൾ 84 ഈ സുകുമാരക്കുറുപ്പ് എൻ്റെ ഇഷ്യൂ ഉണ്ടായത് എങ്കിലും 4 വർഷം കഴിഞ്ഞിരിക്കുന്ന 88 കഴിഞ്ഞപ്പം സുകുമാരക്കുറുപ്പ് ഓരോ സ്ഥലത്തുണ്ട് എന്നുള്ള രീതിയിലുള്ള ലെറ്ററുകൾ, അന്നത്തെ കാലമായതുകൊണ്ട് ടെലഗ്രാം ലെറ്റേഴ്സൊക്കെ ഉള്ളൂ. അന്ന് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ ആരുടെ കയ്യിലുമില്ല.
അത് ഫോൺ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് STD കൂടെ മാത്രമേ പറ്റുള്ളൂ. ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അന്നത്തെ ഡിറ്റക്ഷൻ ഇൻസ്പെക്ടർ എനിക്ക് 1600 രൂപയൊക്കെ ശമ്പളമേ ഉള്ളൂ. DYSP ആയപ്പോൾ 3000-4000 ശമ്പളമൊക്കെ ഉള്ളൂ. കാലഘട്ടം അങ്ങനെയാണ്. അവിടുന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ രണ്ടാമത് DYSP ആയിട്ട് വന്നപ്പോൾ അവിടെ ഒരു മുറി നിറയെ ലെറ്റേഴ്സും ടെലഗ്രാമും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. സുകുമാരക്കുറുപ്പ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അവിടെ ഡൽഹിയിലുണ്ട്, ബംഗാളിലുണ്ട് എന്ന് പറഞ്ഞ് മലയാളികൾക്ക് സുകുമാരക്കുറുപ്പിന് സാമ്യമുള്ള ഒരു രൂപം കണ്ടാൽ അന്നേരം തന്നെ എഴുതി അങ്ങ് അറിയിക്കും. മറ്റൊന്ന്, അവരുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ വീട്ടിൽ സുകുമാരക്കുറുപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ലെറ്റർ അയക്കും. ധാരാളം സ്ഥലങ്ങളിൽ കേരള പോലീസ് പോയി. അത് ഇന്ത്യയിലും വിദേശത്തുമൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ മുഴുവൻ എല്ലാ സ്റ്റേറ്റുകളിലും പോയിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ സുകുമാരക്കുറുപ്പിൻ്റെ ആ സംഭവം ഡിറ്റക്ഷനായെന്ന് അറിഞ്ഞപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ സുകുമാരക്കുറുപ്പ് അവിടുന്ന് മുങ്ങിയതാണ്. പിന്നെ ഇതുവരെ എങ്ങും പൊങ്ങിയതായിട്ട് ആരും കണ്ടിട്ടില്ല. അന്ന് സുകുമാരക്കുറുപ്പ് അവിടുന്ന് നേരെ കൊച്ചി വന്നു. അവിടെ അയാളുടെ കൊല്ലപ്പെട്ട ചാക്കോ, അയാൾ ഫിലിം റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു, ആലപ്പുഴക്കാരൻ. അയാളുടെ ഡ്രസ്സ് മാറ്റിയിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് കാർ ഇട്ട് അയാളെ കത്തിച്ചത്. അപ്പോൾ അയാളുടെ ഡ്രസ്സ് ഇയാൾ അവിടുന്ന് എറണാകുളത്ത് പോയി ഒരു ലോഡ്ജിൽ താമസിച്ചു. കൂടെ ഷാഹു എന്ന് ഇയാളുടെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു ആശ്രിതനുണ്ട്. അവർ രണ്ടുപേരുമാണ് അവിടെ കൊണ്ടുപോയി ഈ സുകുമാരക്കുറുപ്പിന് പകരം ധരിച്ച ചാക്കോയുടെ ഡ്രസ്സ് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കാട്ടിൽ വലിച്ചെറിഞ്ഞു പോയത്. അത് പിന്നീട് റിക്കവറിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടുന്ന് വീണ്ടും ഇയാൾ പൊന്നപ്പൻ എന്ന് പറഞ്ഞ ഇയാളുടെ ഡ്രൈവറുമായി നേരെ ചെന്നൈക്ക് പോയി. കാരണം സുകുമാരക്കുറുപ്പല്ല മരിച്ചെന്നുള്ള കഥ വന്നതോടുകൂടി ഇവിടുന്ന് മുങ്ങി. ചെന്നൈയിൽ നിന്ന് അയാൾ നേപ്പാളിൽ പോയിട്ട് തിരിച്ച് ചെന്നൈയിൽ വന്ന് പൊന്നപ്പനെ അയാൾ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. ഏതെങ്കിലും വിധത്തിൽ നമുക്ക് സറണ്ടർ ചെയ്ത് ജാമ്യം എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിക്കാനാണ് പൊന്നപ്പനെ പറഞ്ഞു വിട്ടത്. ഏതായാലും അന്ന് കേരളം മുഴുവൻ ഇത് ചർച്ചാ വിഷയമായി. കേരളത്തിലെ എല്ലാ പ്രിൻ്റ് മീഡിയകളിലും വന്നു. ഈ ഒരു സംഭവം കേരളത്തിലെല്ലാ മലയാളി മനസ്സിലും അങ്ങ് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പൊന്നപ്പൻ ആലപ്പുഴയിൽ നിന്ന് ബോട്ട് കയറി ചങ്ങനാശ്ശേരി ഇറങ്ങിയപ്പം പൊന്നപ്പനെ നാട്ടുകാർ പിടിച്ചു, പോലീസിലേൽപ്പിച്ചു. പൊന്നപ്പനെ അറസ്റ്റ് ചെയ്തു. അത് പത്രത്തിൽ വാർത്ത വന്നപ്പം ചൈനയിൽ നിന്ന് അത് വായിച്ചിട്ടുണ്ടാവും. അവിടുന്ന് പിന്നെ സുകുമാരക്കുറുപ്പിനെ ആരും കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല ആരും. എങ്കിലും ഞങ്ങളുടെ അന്വേഷണത്തിൽ ചില സ്ഥലങ്ങളിൽ ഇയാളെ കണ്ടിരുന്നു. അതിനുള്ള എവിഡൻസുകളൊക്കെ വന്നു. സുകുമാരക്കുറുപ്പ് എൻ്റെ കണക്കനുസരിച്ച് ആ കേസിൻ്റെ DYSP ആയിക്കഴിഞ്ഞപ്പോൾ ഞാനായിരുന്നു അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. അവസാന അന്വേഷണം ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ ക്രൈംബ്രാഞ്ച് വിടുന്നത് തന്നെ. അതിന് കാരണം ധാരാളം എവിഡൻസുകൾ ഞങ്ങൾ പിന്നീട് കളക്ട് ചെയ്തു. അതിലേക്ക് ലീഡ് ചെയ്യാൻ കാരണം 1988 അവിടെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൽ, അവിടുത്തെ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഹോസ്പിറ്റലിൽ ചെറിയനാടുള്ള സുകുമാരക്കുറുപ്പിൻ്റെ വീടിനടുത്തുള്ള ഒരു പെൺകുട്ടി നേഴ്സിങ്ങിന് പോയി. ആ കുട്ടി അവിടെ നേഴ്സിങ്ങിന് അതിൻ്റെ ട്രെയിനിയായിട്ട് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ റൂംമേറ്റ് ആയ ചില കുട്ടികൾ വന്ന് പറഞ്ഞു, നേഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളാണ്, ICUവിൽ ഒരാൾ കിടപ്പുണ്ട്, അയാൾ മലയാളിയാണെന്ന് തോന്നുന്നു, അയാളുടെ പേര് ജോഷി, സിവിയർ അറ്റാക്കാണ്, അയാൾ അധികം നാൾ സർവൈവ് ചെയ്യില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ICUവിനകത്ത് കിടപ്പുണ്ട്, അയാളുടെ ഭാര്യ ഒരു നഴ്സാണ്, അതുതന്നെയല്ല അയാൾക്ക് അധികം നാളൊന്നും സർവൈവ് ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. എന്തായാലും സുകുമാരക്കുറുപ്പ് ആണ് എന്ന് അവർ തീർച്ചപ്പെടുത്തി. കാരണം അവരുടെ വീടിനടുത്തുള്ള ആളാണ് സുകുമാരക്കുറുപ്പ്. അയാളുടെ കഴുത്തിലെ വലിയ മറുക് കണ്ട് തിരിച്ചറിഞ്ഞു. സുകുമാരക്കുറുപ്പിൻ്റെ ഫോട്ടോ ഒക്കെ അന്ന് പത്രങ്ങളിലല്ല, അത് വെച്ചാൽ അവർ സുകുമാരക്കുറുപ്പാണ് അവരുടെ വീടിനടുത്തുള്ള ആളാണ്. ഡോക്ടറെ അടുത്ത് ആ വിവരം പറഞ്ഞു. എന്തായാലും ഇവർ വന്ന് കണ്ട് സുകുമാരക്കുറുപ്പ് സംസാരിച്ചപ്പോൾ മലയാളിയാണെന്ന് മനസ്സിലായി. അയാൾ ഹിന്ദിയാണ് സംസാരിക്കുന്നതെങ്കിലും അയാൾ അവിടുന്ന് മുങ്ങി. ICUന്ന് അവിടുന്ന് സ്ഥലം വിട്ടുപോയി. 88-ലാണത്. പക്ഷേ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി എന്നുള്ള ഒരു ലെറ്റർ അവർ അന്ന് പോലീസിൽ അയച്ചു കൊടുത്തു. അത് 100 കണക്കിന് 1000 കണക്കിന് 10000 ലെറ്ററിൻ്റെ കൂടെ അതും കിടന്നു. ഞാൻ രണ്ടാമത് ക്രൈംബ്രാഞ്ചിൽ വരുമ്പം ഈ ഫയൽ എടുത്ത് പരിശോധിച്ചു. ഈ ഫയലുകളെല്ലാം കെട്ടുകണക്കിന് കിടക്കുന്നത് ഓരോന്നോരോന്ന് സോർട്ട് ചെയ്തു വന്നപ്പം
88 ചെറിയനായിട്ടുള്ള ആ പെൺകുട്ടി കണ്ട ഹോസ്പിറ്റലിൽ ഇവിടെ നിന്ന് പോയി. അവിടെ പോയത് പരിശോധിച്ചു. ജോഷി എന്ന പേര്, ജോഷി പൂന എന്നാണ് പേര് വച്ചിരിക്കുന്നത്. അതിനകത്ത് ചില അർത്ഥങ്ങളുണ്ട് ജോഷി എന്ന് വെക്കാൻ കാരണം. സുകുമാരക്കുറുപ്പിൻ്റെ തുടക്കം നമുക്കറിയാം. അയാൾ പട്ടാളത്തിലായിരുന്നു, മിലിറ്ററിയിലെ മെഡിക്കൽ കോറിലായിരുന്നു. അവിടുന്ന് അയാൾ വോളണ്ടറി പെൻഷൻ വാങ്ങിച്ച് ബോംബെയിലെത്തി. ബോംബെയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇയാളെ ഒരു ആൻറ്റി സുഖമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. ആൻറ്റിയെ കാണാൻ ഇയാൾ എപ്പോഴും വരും. ഇയാൾ പട്ടാളത്തിൽ നിന്ന് വന്ന ശേഷം അവിടെ ഡോക്ടർ ജോഷി എന്ന് പറഞ്ഞ മല്ലിക ജോഷി എന്നെ അവരുടെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ആ ജോഷിയുടെ അടുത്ത് ഇയാളൊരു മെഡിക്കൽ അസിസ്റ്റൻ്റായിട്ട് നിന്നു. അവർ ചെറിയ ക്ലിനിക്ക് നടത്തുന്നുണ്ട്. ഇയാൾ മെഡിക്കൽ കോറിലായതുകൊണ്ട് അവരെ സഹായിക്കാൻ ഇവർ നിന്നു. ആ ജോഷി എന്ന് പറഞ്ഞ ആ ലേഡി ഡോക്ടറെ പേര് തന്നെ അവരുടെ ഹസ്ബൻഡിൻ്റെ പേരാണെന്ന് തോന്നുന്നു ജോഷി. ആ ഡോക്ടർ ജോഷി എന്നുള്ളതിന് ഇയാൾ ആ ജോഷി എന്നുള്ള പേര് സ്വീകരിച്ചു. എന്നിട്ട് സ്വാമിയായിട്ട് നടക്കുകയാണ്. പൂനെയിൽ അഡ്രസ്സ് കൊടുക്കും. അങ്ങനെയാണ് അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അയാൾ ട്രെയിനിൽ മാത്രം യാത്ര ചെയ്തുകൊണ്ടിരിക്കും. കാരണം ട്രെയിനിലാകുമ്പം ഈ ഓരോ ട്രെയിനും ആ ഓരോ ജില്ലയുടെ ക്യാപിറ്റലിൽ ടച്ച് ചെയ്ത് പോകുമ്പോൾ ഇയാൾ അവിടെ ഇറങ്ങും. അവിടെ ജില്ലാ ആശുപത്രിയിലുണ്ടാവും. ആ ജില്ലാ ആശുപത്രിയിൽ ഒരു എങ്ങനെയായാലും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരാളുണ്ടാവും. അപ്പോൾ അയാളെ കാണാം. അവിടെ കയറി കിടന്നാൽ വാർഡിലോ ICUവിനകത്തൊക്കെ അവർ കയറ്റും. അങ്ങനെ കിടക്കുമ്പം മുട്ടയും പാലും ഒക്കെ ഫ്രീ ആയിട്ട് ഇയാൾ 5 പൈസ കയ്യിലില്ല. അങ്ങനെ കിടന്നു വന്നുകൊണ്ട് ഓരോ ട്രെയിനിൽ യാത്ര ചെയ്ത് ആ ഓരോ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് വരുമ്പോൾ ഇറങ്ങി അങ്ങനെ ഏകദേശം 5 സ്റ്റേറ്റിൽ ഇയാൾ കടന്നു പോയിട്ടുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. കാരണം എല്ലാ സ്ഥലത്തും ജോഷി എന്നുള്ള പേരുണ്ട്. അവിടെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരെ പലരെയും ഇവിടുന്ന് ആൾക്കാർ പോയി കണ്ടു. അവരെല്ലാവരും ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് ജോഷി തന്നെ എന്ന് പറയുന്നത് സുകുമാരക്കുറുപ്പാണ്. അവിടെ മറുകൊണ്ട് ഇതെല്ലാം അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 88 ഇവിടെ ഇയാളുടെ നാട്ടുകാരിയായ അവർ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ലെറ്റർ ഞാൻ കാണുന്നത് 1990-ലാണ്. ഞാൻ DYSP ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പം ഇതെല്ലാം സോർട്ട് ചെയ്യാൻ തുടങ്ങി. ആയിരക്കണക്കിന് പേപ്പറുണ്ട്. സോർട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഒരെണ്ണം നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി. കാരണം ചെറിയനായിട്ടുള്ള ലേഡിയാണ്, സുകുമാരക്കുറുപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവരുടെ നാട്ടുകാരനാണ്. അതുകൊണ്ട് അവിടുന്ന് അയാൾ മുങ്ങിയിരിക്കുന്നു. എങ്കിൽ തന്നെയും ഇവിടുന്ന് ടീം പോയി അത് അന്വേഷിച്ചപ്പം കൃത്യമായി സുകുമാരക്കുറുപ്പാണെന്ന് ഫിക്സ് ചെയ്തു. 88 ഇയാളെ കണ്ടു. പക്ഷേ 90 ബാക്കിയുള്ള ഇയാളെ ട്രെയിനിലാണ് യാത്രയും നമ്മൾ കണ്ടെത്തി കഴിപ്പം എല്ലാ ട്രെയിൻ ചെല്ലുന്ന ഹെഡ്ക്വാർട്ടേഴ്സ് നോക്കിയപ്പം 12ഓളം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികളിൽ അവിടെ ഈ ഡോക്ടർമാരുടെ എക്സ്പെർട്ടായ ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇയാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ICUവിനകത്ത് കിടന്നിട്ടുണ്ട്. അവർ ഓപ്പറേഷന് സജസ്റ്റ് ചെയ്തെങ്കിലും ഇയാൾ അതിന് വഴങ്ങാറില്ല. അവിടെ ഏതെങ്കിലും മലയാളിയുടെ ശബ്ദമോ അല്ലെങ്കിൽ മലയാളി ഉണ്ടെന്ന് അത് രൂപസാദൃശ്യം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അയാൾ മെഡിക്കൽ ഹിസ്റ്ററി ഷീറ്റും എടുത്തുകൊണ്ട് ICUന്ന് അവിടുന്ന് മുങ്ങും പേടിച്ചിട്ട്. അങ്ങനെ നടക്കുന്ന ഒരു സുകുമാരക്കുറുപ്പ് കേരളം പിന്നെ ആ സംഭവത്തിന് ശേഷം സുകുമാരക്കുറുപ്പ് കേരളത്തിൽ വന്നിട്ടില്ല. 88 ഈ ഒരു ആളെ കണ്ടു എന്ന് പറഞ്ഞ് അവിടെ മുതലാണ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ സ്ക്വാഡ് വീണ്ടും ട്രാക്ക് ചെയ്തത്. 12ഓളം ഹോസ്പിറ്റലിൽ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം കണ്ടിരിക്കുന്നത് ഞങ്ങൾ ബീഹാറിനും അതുപോലെ തന്നെ ബംഗാളിനും ബീഹാറിനും ഇടയ്ക്ക് ഉള്ള ഒരു ഡിസ്ട്രിക്റ്റ് റൂക്ക് നാരായൺപൂർ എന്നൊരു ഹോസ്പിറ്റലിൽ ഇയാളെ അവസാനമായിട്ട് കണ്ടിരിക്കുന്നു. അവിടെ ആണ് അവസാനം 1990 ഇയാൾ ചെന്നിരിക്കുന്നത്. അവിടെ വെച്ച് നമ്മുടെ ഇവിടുത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ പറന്നെത്തി. അവർ ഇയാളെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇത് മലയാളികളാണോ എന്നൊരു സംശയം തോന്നുന്നു. അവിടുന്ന് ഇയാൾ 24 hours കൂടുതൽ സർവൈവ് ചെയ്യില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അവിടെ രാത്രിയിൽ ഇയാൾ മിസ്സായി, പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇയാൾ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷം അവിടങ്ങളിലൊക്കെ അറിയാം. ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ ചെല്ലാൻ 10-100 മൈലൊക്കെ പോകേണ്ടി വരും. വളരെ വിസ്താരമേറിയ ബീഹാർ അന്നത്തെ സ്ഥലങ്ങളിൽ ടൗൺഷിപ്പ് ഒഴിച്ച് ബാക്കിയുള്ള ഗ്രാമീണ സ്ഥലങ്ങളിലും അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കാണണമെന്നൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ ആരെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുകയോ തൂങ്ങി മരിക്കുകയോ ചെയ്താൽ അതിനൊന്നൊരു കേസ് പോലും ഇല്ല ആ കാലഘട്ടത്തിൽ. ഇപ്പോഴും പല സ്ഥലത്തും ഇല്ല, പല ഗ്രാമങ്ങളിലില്ല. അതൊക്കെ സൂയിസൈഡാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ വെട്ടി അവർ കർമ്മങ്ങൾ നടത്തി അങ്ങ് തീർക്കുകയാണ്. അല്ലാതെ അതിനൊരു കേസ് എടുക്കുകയോ ഇവിടുത്തെ കേരളത്തിലെ പോലെ അണ്ണാച്ചുള്ളത്തിനൊരു കേസ് എടുക്കുന്ന സംവിധാനമൊന്നും അവിടെ ഇന്നും പല പോലീസ് സ്റ്റേഷനിലില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ ആലോചിച്ച് നോക്കണം.
അന്നേരം ഇവർ കണ്ട് എങ്കിലും അന്ന് ICUയിൽ നിന്ന് 90 ജനുവരി 14 ഇയാൾ അവിടുന്ന് ചാടി. ഇവർ സംശയിച്ച് അവിടുന്ന് പോയി. ഡോക്ടർ പറഞ്ഞു ഇനി സർവേ നോക്കണ്ട, എവിടെയെങ്കിലും കാളവണ്ടിയിലും കുതിരവണ്ടിയിലൊക്കെ എല്ലാ ടൗൺഷിപ്പിൻ്റെ അവിടുന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്ന ഞാനും കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ ഗ്രാമീണ സ്ഥലത്ത് അങ്ങനെയാണ് എന്നും. അവിടെയെങ്കിലും സിസ്റ്റമാറ്റിക് ഒരു ലൈഫൊന്നുമില്ല. അപ്പം ജനുവരി 14, 1990 സുകുമാരക്കുറുപ്പ് മരിച്ചിരിക്കുന്നു, അല്ല അതിൻ്റെ പിറ്റേ ദിവസം മരിച്ചിരിക്കുന്നു എന്നാണ് ഒരു ഫൈൻഡിങ് ആണ്. അത് ഞാൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സുകുമാരക്കുറുപ്പിൻ്റെ ലൈഫില്ല. അതേസമയത്ത് സുകുമാരക്കുറുപ്പ് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ധാരാളം പറ്റുകൾ പോലീസിന് പറ്റിയിട്ടുണ്ട്. എൻ്റെ ഈ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സോർട്ട് ചെയ്ത കൂട്ടത്തിൽ ഈ സുകുമാരക്കുറുപ്പ് ആകാൻ സാധ്യതയുള്ള ഒരു കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ആസാമിൽ ആയിരുന്നു. ആ ഒരു സ്ഥലത്ത് ഒരു കുഗ്രാമത്തിൽ ഒരു മെഡിക്കൽ ഡോക്ടർ കള്ളനായിട്ട് അവിടെ വന്നിരുന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നൊരു ലെറ്റർ മലയാളിയുടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ പോയില്ല. പക്ഷേ എൻ്റെ സീനിയറായ DYSP കുറുപ്പ് സാർ എന്ന് പറഞ്ഞ അദ്ദേഹവും 2 പോലീസുകാരും അവിടെ പോയി. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് അത് ലൊക്കേറ്റ് ചെയ്തിട്ട് DGP ക്രൈംബ്രാഞ്ചിനെ വിളിച്ചു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ ചെന്ന്, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം അവിടെ ചെന്നിട്ട് ഇത് ലൊക്കേറ്റ് ചെയ്തു. ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട്, മലയാളിയാണ്, അവിടെ 1-2 നേഴ്സുമാർ, ചെറിയൊരു മെഡിക്കൽ സെൻ്ററുണ്ട്, അവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് അവിടെയൊക്കെ അങ്ങനെയാണ്, കുഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ അത്യാവശ്യം പനി ചുമയ്ക്കുള്ള മരുന്നൊക്കെ കൊടുക്കാൻ ഇയാൾക്ക് സാധിക്കുന്നുണ്ട്. ഇവർ വാച്ച് ചെയ്തിട്ട് ആ വിവരം DGP വിളിച്ചു പറഞ്ഞു. അവനെ എന്തായാലും തൂക്കിക്കോളൂ എന്ന് പറഞ്ഞ്, മലയാളിയാണ്. പക്ഷേ ഇവർ അതിൻ്റെ ശ്രമഫലമായി ഒരാൾക്ക് പനിയാണെന്ന് പറഞ്ഞ് ഈ ഡോക്ടറെ കാണാൻ അകത്ത് കയറി. ഡോക്ടറുണ്ടായിരുന്നു, മലയാളത്തിൽ സംസാരിച്ചു. നിങ്ങൾ എന്തിനു വന്നു എന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം ആ ഡോക്ടർ ഇയാൾ പനിയൊക്കെ നോക്കിയപ്പോൾ ഇയാൾക്ക് പനിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഡോക്ടറുടെ വീട്? വൈക്കത്താണ്. വൈക്കം അമ്പലത്തിൻ്റെ പുറയിലാണ്. അവിടെ ഒരു പ്രൊവിഷൻ സ്റ്റോർ ഇയാളുടെ പിതാവ് നടത്തുന്നുണ്ട്. അമ്പലത്തിൻ്റെ പുറകിലൊരു വീട്ടിലാണ്. അതാണ് ഞങ്ങളുടെ കുടുംബ വീട്, അവിടെയാണ് ഞങ്ങളുടെ വീട്. ഇവിടെ അപ്പോൾ ഡോക്ടറാണെന്നാണ് വിചാരിച്ചാണ് സംസാരിച്ചത്, കുറുപ്പ് സാറും മറ്റവരും ഒക്കെ. അന്നേരം പറഞ്ഞ് ഞാനിവിടെ വന്നിട്ട് കുറച്ച് നാളായി, വേറെ നാട്ടിൽ പണി കിട്ടാത്തതുകൊണ്ട് ഇവിടെ വന്നിരുന്നു, ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അകത്തെ മുറിയിലോട്ട് കയറി. ഇവരവിടെ അന്ന് അദ്ദേഹം സീനിയർ DYSP ആണ്. അദ്ദേഹം ഈ പോലീസുകാരൻ അവിടെ ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇയാൾ തിരിച്ചിറങ്ങിയാതെ വന്നപ്പം ഇവർ നേഴ്സിനടുത്ത് ചോദിച്ചു, ആ ആളെന്തിയെ? ഡോക്ടർ അതിൻ്റെ പുറകെ ചെന്നിട്ടും അതിൻ്റെ ബാക്കിലൊരു മതിലുണ്ട്, മതിൽ ചാടിപ്പോയത്. സുകുമാരക്കുറുപ്പാണ് എന്നൊരു സംശയം. പക്ഷേ അയാൾ കള്ളം പറഞ്ഞാണ്. എങ്കിലും ഇവർക്ക് ഇവിടെ DGP എടുത്ത് ഇയാൾ ചാടിപ്പോയെന്ന് പറയാനൊക്കത്തില്ല. കാരണം സസ്പെൻഷൻ ഉറപ്പ്. സുകുമാരക്കുറുപ്പിനെ കണ്ടു, നാളെ ഇവിടെ വലിയ വാർത്തയാവും. എന്തായാലും അവരൊരു കാര്യം തരും, സസ്പെൻഷൻ കിട്ടുന്നതിന് മുമ്പ് സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ ആൾ വൈക്കം അമ്പലത്തിൻ്റെ പുറയിലാണല്ലോ. ഇവർ നേരെ അവിടുന്ന് ട്രെയിൻ മാർഗം വൈക്കത്ത് വന്ന് അവിടെ അമ്പലത്തിൻ്റെ പുറയിൽ ആ വീട് കണ്ടെത്തി. രാത്രി ആ വീട് വളഞ്ഞു, അവിടുത്തെ പോലീസിനെ കൂട്ടി. അപ്പോൾ അവിടെ കണ്ട ഡോക്ടർ ആ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞ്, എനിക്ക് ഡോക്ടറേറ്റ് ഒന്നുമില്ല, ഞാൻ ഡോക്ടറൊന്നുമല്ല, ഞാൻ ചുമ്മാ ഒരു കമ്പൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്, അവിടെ പോയി ഡോക്ടറാന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്ത്, അതുകൊണ്ട് നിങ്ങൾ വന്നപ്പം കേരളത്തിൽ നിന്ന് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് വിചാരിച്ച് മതിൽ ചാടി പോന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇതുപോലത്തെ സംഭവങ്ങളാണ് മലയാളത്തിലെ പല ലെറ്ററിൻ്റെ പിന്നിൽ. അതുകൊണ്ട് പോലീസും അടുത്തു, നാട്ടുകാരും അടുത്തു. പക്ഷേ ഇപ്പോഴും അതേ രീതിയിലുള്ള ലെറ്റർ വരുന്നുണ്ട്. ഇപ്പം 2017 ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഡൽഹി ഇയാൾ പട്ടാളത്തിൽ നിന്ന് പോന്ന ശേഷം ബോംബെയിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ, ഇയാളുടെ ആൻറ്റിയുടെ ഒപ്പം അവരെ നഴ്സിംഗായിട്ട് അവരെ ശുശ്രൂഷിക്കുന്ന രീതിയിൽ സരസമ്മയെ കണ്ടപ്പം ആ കുട്ടിയെ കല്യാണം കഴിച്ചു ഇയാൾ. പക്ഷേ ഇയാൾക്കൊരു പാസ്പോർട്ടാണ്, അവർ വിദേശത്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളൊരു പാസ്പോർട്ട് സംഘടിപ്പിച്ചു. അന്നേരം 1946 എന്നാണ് അതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഫേക്ക് പാസ്പോർട്ടായിരിക്കാം, നമുക്കറിഞ്ഞൂടാ. പക്ഷേ അങ്ങനൊരു പാസ്പോർട്ട് സംഘടിപ്പിച്ചിട്ടാണ് ഇയാൾ വിദേശത്ത് പോയത്. ഇയാളുടെ ഭാര്യയുടെ ഒപ്പം ഇയാൾ ജോയിൻ ചെയ്തു. 1946 ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് വയസ്സ് അല്പം കുറച്ചോ കൂട്ടിയൊക്കെ വെക്കാനുള്ള സാധ്യതകളുണ്ട്. 3-4 വർഷം കൂടെ പ്രായം കുറഞ്ഞിരിക്കുന്ന രീതിയിൽ 1942 ആയിരിക്കണം ഇയാളുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണ് ഇപ്പോൾ 84 വയസ്സുണ്ടാവും. സിവിയർ അറ്റാക്കുള്ള ഒരാൾ 90-ന് ശേഷം ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയം. ഇപ്പോൾ 26-36 വർഷം മുമ്പ്. ഇതൊക്കെ മലയാളി കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇതൊരു പ്രഹേളികയാണ്. മലയാളി ഒരിക്കലും സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന് ചിന്തിക്കത്തില്ല, അംഗീകരിക്കത്തില്ല.
ഇനി ഒരു 100 വർഷം പോയാലും മലയാളികൾ സുകുമാരക്കുറുപ്പിനെ തപ്പി നടക്കും എന്നാണ് ഞാനിപ്പോഴും പറയുന്നത്. കാരണം ആ കേസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് 1946 അയാൾ പാസ്പോർട്ടിനകത്തുണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്ത്. അങ്ങനെ ഒരാളിപ്പം ജീവിച്ചിരിപ്പില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 88-90 കാലഘട്ടത്തിൽ സിവിയർ അറ്റാക്ക് ഉള്ള ഒരാൾ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നതെന്ന് എനിക്ക് ലാസ്റ്റ് കണ്ട ആ ആൾ അവിടെ വെച്ച് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെ ഞങ്ങൾ പോയി സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സുകുമാരക്കുറുപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അവർ ഈ അടുത്ത ദിവസം പത്രക്കാരൊക്കെ പോയി അവരോട് അതേ രീതിയിൽ തന്നെ അവർ ആ കാര്യങ്ങൾ പറയുന്നുമുണ്ട് ഇപ്പോഴും. അപ്പം അതുകൊണ്ടാണ് ആ കേസ് ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകുന്നത്. അതേസമയത്ത് 84-ലുണ്ടായ കേസിൻ്റെ 87 കുറ്റച്ചാർജ് കോടതി കൊടുത്തു. കുറ്റച്ചാർജ് കൊടുത്തു കഴിഞ്ഞപ്പം ആ കേസിലേക്ക് ഏകദേശം 6 പേരെ പ്രതിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സുകുമാരക്കുറുപ്പ് 1-ാം പ്രതി അബ്സ്കോണ്ടിങ്, 2-ാം പ്രതി ഭാസ്കരപിള്ള, ഇയാളുടെ ഭാര്യയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, 3-ാം പ്രതി ഷാഹു, ഇയാളോടൊപ്പം ദുബായിലുണ്ടായിരുന്ന അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അയാൾ മാപ്പുസാക്ഷിയായിരുന്നു. അയാൾ തൃശ്ശൂരുണ്ട്. കഴിഞ്ഞ ദിവസം അയാളെ ഞാൻ ടി വിയിൽ കണ്ടു. അതുപോലെ സരസു, ഇയാളുടെ ഭാര്യ 5-ാം പ്രതി, അത് കുറുപ്പിൻ്റെ ഭാര്യയാണ്. 6-ാം പ്രതി തങ്കമണി, അത് ഇയാൾ ഭാസ്കർ പിള്ളയുടെ ഭാര്യയാണ്. അവരെയൊക്കെ കേസിനകത്ത് അക്വിറ്റ് ചെയ്തു. പക്ഷേ ആൾക്കാരെന്ത് പറഞ്ഞാലും ശരി, ഈ കേസിനകത്ത് സുകുമാരക്കുറുപ്പ് ആ വീട്ടിൽ വന്നു പോയ കഥകളൊക്കെ ധാരാളം പറയുന്നുണ്ട്. അവർ ബന്ധുവിൻ്റെ വിവാഹത്തിനൊക്കെ അങ്ങനെയെങ്കിലും ഏതെങ്കിലും ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്ത ആൾ, കേരളം വിട്ടുപോയ ആൾ തിരിച്ച് അവരുടെ ബന്ധുക്കളിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും നമുക്ക് യോജിക്കാനേ കഴിയില്ല. ഇതൊക്കെ ചുമ്മാ സാങ്കല്പികമായ ചിന്താഗതികളാണ്. അപ്പോൾ ആ സുകുമാരക്കുറുപ്പിനെ 2017 ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവുണ്ടെന്നൊക്കെ പറയുന്നത് ആരാണ് ഈ കേസ് അന്വേഷിച്ചത്? ഒരു കാര്യം കൂടെ ഞാൻ പറയാം. കാരണം സുകുമാരക്കുറുപ്പിൻ്റെ വീടിനടുത്ത് പല കാര്യങ്ങളും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അതിനടുത്ത് 8-10 വർഷം ഒരു വീട്ടിൽ 2 പോലീസുകാർ ഇവരുടെ വീട് കാണത്തക്ക രീതിയിലും ഇവരുടെ വീടിൻ്റെ മുൻവശത്ത് വാതിൽ കൂടെ ആരെങ്കിലും കയറുന്നുണ്ടോ ഇല്ലെന്ന് വാച്ച് ചെയ്ത് 24 മണിക്കൂർ 2 പോലീസുകാരുണ്ടായിരുന്നു. ഇതൊക്കെ ഓഫ് ദ റെക്കോർഡാണ്. അന്ന് ഞാൻ അവിടെ ഇട്ടിരുന്നതാണ്. തുടക്കത്തിൽ MP ബാലകൃഷ്ണൻ സാറാണ് ആ ഒരു സജഷൻ വെച്ച് DGP അംഗീകരിച്ച് 2 പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. 8-10 വർഷം. പിന്നെ ഇതുപോലത്തെ കഥ പറയാൻ നമുക്ക് പുതിയ കഥകളൊക്കെ വരുമ്പോൾ നമുക്ക് ചിരിക്കാനല്ല വേറെ എന്ത് ചെയ്യാനൊക്കെ. അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പില്ല. 90-ൽ അയാൾ മരണപ്പെട്ടു. ഇപ്പോഴും അയാളെപ്പറ്റി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മലയാളികളിടത്തോളം കാലം ഇയാളെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സുകുമാരക്കുറുപ്പിന് മരണമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.